വെൽക്കം ടു PSC ഫോക്കസ്. വേലുത്തമ്പിയും പാലിയത്തച്ഛനും പാർട്ട് 1. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ചത് വേലുത്തമ്പി ദളവ. കൊച്ചിയിൽ സാമ്രാജ്യത്വത്തിന് എതിരെയായി സമരം നടത്തിയത് പാലിയത്തച്ഛൻ, പാലിയത്ത് കോമിയച്ചൻ. നാട്ടുരാജ്യങ്ങളുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഇടപെടുകയും ഭരണാധികാരികൾക്ക് പരമാധികാരം നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കലാപം നടത്തിയ നേതാക്കൾ വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ വേലുത്തമ്പി ദളവ. വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളം, തലക്കുളം. 1765 കന്യാകുമാരി ജില്ല. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ദിവാനായ വർഷം 1802. വേലുത്തമ്പിയുടെ തറവാട്ടുനാമം തലക്കുളത്തു വീട്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹള. തിരുവിതാംകൂർ പട്ടാള ലഹള 1804. തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിന് എതിരെ പ്രതിഷേധിച്ച ദിവാൻ വേലുത്തമ്പി ദളവ. 1800 തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റസിഡന്റായി നിയമിതനായത് കേണൽ മെക്കാളെ. തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിക്കാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1805. Thank you for watching the video.